ഒരാചാരം എന്നോണം ഇങ്ങനെ ബാബരി ദിനം ആചരിക്കുന്നതിൽ എന്താണ് പ്രസക്തി? 32 വർഷങ്ങൾക്ക് മുമ്പ് ബാബരി മസ്ജിദ് എന്ന ദേവാലയം, ആരാധനാലയം, അതിൻ്റെ പൊടി പോലും അവശേഷിപ്പിക്കാതെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി 19 കൊല്ലത്തെ 17 വർഷത്തെ കേസുകൾക്ക് ശേഷം അത് നിലനിന്നിരുന്ന ഭൂമി പോലും തകർത്ത ആളുകൾക്ക് നിരുപാധികം വിട്ടു നൽകുകയുണ്ടായി. 2020 19 വിചിത്രമായ വിധി, ചരിത്ര വിധി എന്നാണ് വിശേഷിപ്പിക്കാറ്. വിചിത്ര വിധി നമുക്ക് ഓർമ്മയുണ്ട്. ബാബരി മസ്ജിദ് തകർത്തത് തെറ്റാണ്. ബാബരി മസ്ജിദിനുള്ളിൽ 1942 ഡിസംബർ 29 വിഗ്രഹം പ്രതിഷ്ഠിച്ചത് തെറ്റാണ്. ബാബരി മസ്ജിദ് നിർമ്മിച്ചത് ക്ഷേത്രം തകർത്തിട്ടല്ല. ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് നിന്ന് ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ തകർക്കപ്പെട്ട മസ്ജിദിന്റെ ഭൂമി അക്രമികൾക്ക് കൈമാറിയിരിക്കുന്നു. വിചിത്ര വിധി. അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തില് ഇനി ഈ സംസാരമൊക്കെ അവസാനിപ്പിച്ച് മിണ്ടാതിരുന്നുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അന്ന് ബാബരി മസ്ജിദിന്റെ വാദങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തില് ചില സാധാരണക്കാരായ ശുദ്ധഗതിക്കാരായ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യ രാജ്യത്ത് ആയിരക്കണക്കിന് പള്ളിയുണ്ടല്ലോ, അതിലൊരു പള്ളി നഷ്ടപ്പെട്ടു എന്ന് വെച്ച് എന്താണ് ഇവിടെ സംഭവിക്കുവാനുള്ളത്? മനുഷ്യൻ സമാധാനപരമായി ജീവിക്കാമല്ലോ. ഇത് അവസാനിക്കുന്നതോടുകൂടി ഇനിയുള്ള ആയിരക്കണക്കിന് പള്ളികളുടെ കാര്യത്തിലെങ്കിലും സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന പലരും അന്ന് തന്നെ 32 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു തുടക്കമാണ്, ഇത് തകർക്കുന്നത് ഒരു പള്ളിയല്ല. ബാബരി മസ്ജിദിന്റെ കുബ്ബകൾ 3 തകർത്തത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഫെഡറലിസത്തിന്റെയും പ്രതീകങ്ങളാണ്, ഇതൊരു ഉദ്ഘാടനം മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഉൾക്കൊള്ളുവാൻ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിരുന്നില്ല. പക്ഷെ നമ്മുടെ അനുഭവത്തിലൂടെ നമുക്കത് ബോധ്യമായി. ഇന്നിപ്പോ നമ്മള് ഈ ബാബരി മസ്ജിദ് ദിനം ഫാഷിസ്റ്റ് ദിനമായി ആചരിക്കുന്നതിന് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രസക്തമായ സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടി മാത്രം ഇതിന് പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുന്നത്? മറ്റേ പലരും ഇതേക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് SDP സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സംസാരിക്കേണ്ടവരൊന്നും സംസാരിക്കാത്തത് കൊണ്ട് തന്നെയാണ്. പലരും മൗനം അവലംബിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇതുപോലെ നിങ്ങൾക്ക് വേറൊരു ചോദ്യം ഇപ്പൊ അടുത്ത കാലത്ത് ഉയരുന്നുണ്ട്. വഖഫുമായി ബന്ധപ്പെട്ട് മദ്രസ പ്രസ്ഥാനത്തെ തകർക്കുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾക്കെതിരെ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട്, ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വഖഫ് മദ്രസ സംരക്ഷണ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് പ്രതിഷേധവും പ്രചരണ പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മറ്റു പലരെയും കാണാനില്ല. മറ്റു പലരെയും കാണാത്തതിന്റെ
കാരണം എന്താണ് എന്ന് വളരെ വ്യക്തമാണ്. 2007 പാലോടി മുഹമ്മദ് കുട്ടി നിയമമന്ത്രിയായിരുന്ന ഘട്ടത്തില് ഏൽപ്പിക്കപ്പെട്ട കമ്മീഷൻ ഉണ്ടല്ലോ, MA നിസാർ കമ്മീഷൻ. ആ കമ്മീഷൻ നിയമിക്കപ്പെട്ടത് രാജ്യത്ത് ഒരുപാട് വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട്, കയ്യേറ്റത്തിന് വിധേയമായിട്ടുണ്ട്. അന്യാധീനപ്പെട്ടതിനെ കുറിച്ച്, കയ്യേറ്റത്തിന് വിധേയമായതിനെ കുറിച്ച് പഠനം നടത്തിയതിനു വേണ്ടിയായിരുന്നു. അദ്ദേഹം പഠനം നടത്തി അവതരിപ്പിച്ചത് കേരളത്തിൽ ചുരുങ്ങിയത് 600 ഏക്കർ, 600-ൽ പരം ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു. അപ്പോ അതേക്കുറിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മറ്റാരും അല്ല വന്ന് കൈക്കലാക്കിയിരിക്കുന്നത്, കയ്യേറിയിരിക്കുന്നത് നമ്മളിൽപ്പെട്ട ആളുകൾ തന്നെ. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഇതേക്കുറിച്ചൊക്കെ ശക്തമായി സംസാരിക്കേണ്ട, പ്രതിഷേധിക്കേണ്ട ആളുകളുടെ ആസ്ഥാനങ്ങൾ പലതും, പാർട്ടികളുടെ ആസ്ഥാനങ്ങൾ പലതും വഖഫ് ഭൂമിയിലാണ്. ഇതേക്കുറിച്ച് വല്ലാതെ സംസാരിച്ചാൽ നമ്മെ തന്നെയാണ് അത് ബാധിക്കുക. VD സതീശൻ വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അല്ലേ? മുനമ്പം വിഷയമായിട്ട് ബന്ധപ്പെട്ട വഖഫ് മൊത്തം, പിന്നെ അതിന്റെ ഭാഗമായി വരാവുന്ന ഒരു വിഷയം മുനമ്പം. അതേക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, എനിക്ക് വളരെ കൂടുതൽ സംസാരിക്കാനുള്ള അവസരമില്ല. വക്കീൽ ഇവിടെ നിയമവശങ്ങളൊക്കെ ആയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക മുനമ്പം വഖഫല്ല, വഖഫല്ല, വഖഫിനൊരു അവകാശവുമില്ല, വഖഫ് ബോർഡിന് ഒരു അവകാശവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇത് പറയുന്നതിന്റെ മുന്നോടിയായി മറ്റൊരു നിയമജ്ഞനായ പ്രമുഖ നിയമജ്ഞൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ. അദ്ദേഹം പറഞ്ഞ് ഇത് വഖഫല്ല എന്നാണ്. അദ്ദേഹം ഒരു UDF അനുകൂലിയായ, കോൺഗ്രസ് അനുകൂലിയായ ജസ്റ്റിസാണ്. ഇനി അതുകൊണ്ട് മാത്രം അദ്ദേഹം പറഞ്ഞു എന്നല്ല, വിഷയം മാറുന്നത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഇതിലൊരു വ്യവസ്ഥയുണ്ട്, മുനമ്പത്ത് 400 ചില്ലാനം ഏക്കർ ഭൂമി ഫാറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക, വഖഫ് ചെയ്തിരിക്കുക. വഖഫ് ചെയ്തു എന്നൊരു കൃത്യമായ രേഖയുണ്ട്, വഖഫ് ആധാരമാണ്. 1950 21/15/1950 പിന്നെ വഖഫ് ആധാരം വളരെ കൃത്യമാണ്. പക്ഷെ അതിന് വ്യവസ്ഥ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. എന്തിന്? വിദ്യാഭ്യാസ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. എന്നെങ്കിലും ഈ സ്ഥാപനം ഇല്ലാതായി പോകുന്ന ഘട്ടം വന്നാൽ സിദ്ദീഖ് സേഠി എന്ന് പറഞ്ഞ ഉദാരമതിയായ ധനാഢ്യനാണ് ഇത് സംഭാവന ചെയ്തിരിക്കുന്നത്, ഇത് വഖഫ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ഇതിന്റെ പിൻഗാമികളെ തിരിച്ചേൽപ്പിക്കണമെന്നില്ല. എന്തിനാ തിരിച്ചേൽപ്പിക്കുന്നത്? ഇതേ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് തിരിച്ചേൽപ്പിക്കുന്നത്. കമാൽ പാഷയുടെ പുതിയ വാദം അൺകണ്ടീഷണൽ ആയിരിക്കണം വഖഫ്. ഇത് കണ്ടീഷണലാണ്, വ്യവസ്ഥയുണ്ട്, വ്യവസ്ഥയുള്ളത് കൊണ്ട് വഖഫ് ആവില്ല. എന്താ വ്യവസ്ഥ? വ്യവസ്ഥ ഈ ആവശ്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കണം. ആ വ്യവസ്ഥ എന്തിനാ വെക്കുന്നത്? മറ്റൊന്നിനും ഉപയോഗിക്കരുത്, ഇതിനുപയോഗിക്കണം എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണല്ലോ. ഇതിന്റെ ഓരം, ഇത് കമാൽ ഭാഷക്ക് അറിയാഞ്ഞിട്ടല്ല, ഇതിന്റെ ഓരം ചേർന്നാണ് VD സതീശൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. VD സതീശൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് VD സതീശന് വേണ്ടി മാത്രമല്ല, VD സതീശന്റെ മുന്നണിയെ താങ്ങി നിർത്തുന്ന പാർട്ടികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ ഞാൻ പറയുന്നത്. ആ വിഷയം വിടുക. അപ്പൊ SDPI എന്തുകൊണ്ട് രംഗത്ത് വരുന്നു? രംഗത്ത് വരേണ്ട ആളുകൾ രംഗത്ത് വരില്ല. അതിനുണ്ടായ പാർട്ടിയാണ് SDPI. ഇനി ബാബരി മസ്ജിദ് വിഷയം ഒരു മുസ്ലിം വിഷയമല്ലേ? വഖഫ് വിഷയം ഒരു മുസ്ലിം വിഷയമല്ലേ? മദ്രസ വിഷയം ഒരു മുസ്ലിം വിഷയമല്ലേ? സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ പാർട്ടിയല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഉത്തരം വഖഫ്, മദ്രസ, അതുപോലെ തന്നെ ബാബരി മസ്ജിദ് വിഷയം ഇത് മുസ്ലിം വിഷയമല്ല. ഇത് മുസ്ലിങ്ങളെ മാത്രം വേദിക്കുന്ന വിഷയമല്ല. ഇനി അത് മുസ്ലിം വിഷയം തന്നെയാണെങ്കിൽ അത് ഏറ്റെടുക്കുന്നതിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഒരു വൈക്ലഭ്യമില്ല. മുസ്ലിങ്ങളുടേത് മാത്രമല്ല, ഹിന്ദുക്കളുടേതും ക്രിസ്ത്യാനികളുടെയും പാഴ്സികളുടെയും ദലിതരുടെയും മതമില്ലാത്തവരുടെയും എല്ലാം നീതി നിഷേധിക്കപ്പെടുമ്പോ, വിവേചനത്തിന് വിധേയമാകുമ്പോ ആ രംഗത്ത് വരാനും സമരം നയിക്കാനും
സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സന്നദ്ധമാകും. അപ്പോൾ മാത്രമാണ് SDPI എന്ന പാർട്ടിക്ക് പ്രസക്തി ഉണ്ടാവുന്നത്. നമുക്കറിയാം 16 വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടികളെ കുറിച്ചൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു പാർട്ടിയുടെ ഒരെണ്ണം കുറവുണ്ട്. എന്നാൽ ഉണ്ടാക്കാം ഒരു പാർട്ടി ഒരെണ്ണം കൂടി ഉണ്ടാവട്ടെ എന്ന് വെച്ചുണ്ടായ പാർട്ടിയല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. സോഷ്യൽ പാർട്ടി SDPI കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേക ദശാസന്ധിയിൽ ചരിത്രപരമായ ഒരു ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള പാർട്ടിയാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ന് 16 വർഷം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് 21 സംസ്ഥാനങ്ങളിൽ പ്രവർത്തകരെയും പ്രവർത്തന സംവിധാനങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഈ കാലയളവിനുള്ളിലെ 1000-ഓളം ജനപ്രതിനിധികളെ ഉണ്ടാക്കാൻ കഴിഞ്ഞ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മാത്രമല്ല, അങ്ങ് യോഗിയുടെ UP പോലും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെ വരെ ഉണ്ടാക്കാൻ കഴിഞ്ഞ പലയിടത്തും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയായി ഇതിന് സാധിച്ചത് ജനങ്ങൾ ഇതിനെ സ്വീകരിച്ചതുകൊണ്ടാണ്. ജനങ്ങൾ ഇതിനെ സ്വീകരിച്ചത് ഈ SDPI എന്ന പാർട്ടിയുടെ ഭംഗിയും സൗന്ദര്യവും കണ്ടിട്ടല്ല. ഇത് മുന്നോട്ട് വയ്ക്കുന്ന ആശയം ബിഷപ്പിൽ നിന്നുള്ള മോചനം, ഭയത്തിൽ നിന്നുള്ള മോചനം. ബിഷപ്പിൽ നിന്നും ഭയത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ചാൽ മാത്രമേ രാജ്യത്തെ ഫാസിസ്റ്റുകൾ, രാജ്യത്തോട് ഒരു കൂറുമില്ലാത്ത ഫാസിസ്റ്റുകൾ ഇത് തച്ചു തകർക്കുമ്പോ പൗരന്മാർ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പ്രശ്നങ്ങളിലൊന്ന് ഭയമാണ്. ഭയപ്പെടുന്നു ആളുകൾ. ഭയത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്, ബിഷപ്പിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. അത്തരം ഒരു പാർട്ടി ഇവിടെ ചിലരൊക്കെ പറയാറുണ്ട്, SDPI എന്ന പാർട്ടി മറ്റൊരു പാർട്ടിയെ കണ്ടിട്ട് ആ പാർട്ടിക്ക് വേണ്ടി എതിരായിട്ട് ആ പാർട്ടിയെ ഇല്ലാതാക്കാൻ ഉണ്ടായ പാർട്ടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ഇനിയും കൂടുതൽ വ്യക്തമാക്കി പറയേണ്ടതില്ലല്ലോ. എനിക്ക് അവരോട് പറയാനുള്ളത്, SDPI എന്ന പാർട്ടിയെ നിങ്ങൾ അത്ര കൊച്ചാക്കി കാണിക്കരുത്, ചെറുതാക്കി കാണിക്കരുത്. ഇതാ SDPI ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, വിഷയത്തിൽ ഞാൻ പോയി പോകുന്നു. ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം. ഈ വഖഫ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, അത് മുസ്ലിങ്ങളുടെ അല്ല, മുസ്ലിങ്ങളിൽ നിന്നുണ്ടായതാ. മുസ്ലിം വിശ്വാസികൾ അവരുടെ പ്രമാണ ഗ്രന്ഥത്തിലെ ആഹ്വാനത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്, സംശയമില്ല. പക്ഷെ അതിന്റെ പ്രയോക്താക്കൾ ഉപയോഗപ്പെടുന്നത് ആർക്കാ? സമൂഹത്തിന്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ പച്ചക്കരളുള്ള മനുഷ്യരടക്കമുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും പ്രയോജനപ്പെടുന്നതിന് വേണ്ടി വിശ്വാസി ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിന്റെ പേരാണ് വഖഫ്. അതിന്റെ പ്രയോജനം എല്ലാവർക്കുമാണ്. എന്തിനൊക്കെയാ ഉപയോഗിക്കുന്നത്? പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും ഉപയോഗിക്കാം, വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാൻ, ജലസേചന സൗകര്യം ഏർപ്പെടുത്താൻ, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ എന്ന് വേണ്ട ജനോപകാരപ്രദമായ ഇന്ത്യ രാജ്യത്ത് വലിയ സ്വത്തുക്കളുണ്ട്. 8.4 ലക്ഷം ഏക്കർ, 8.4 ലക്ഷം വഖഫുകളുണ്ട് ഇന്ത്യ രാജ്യത്ത്. 9.4 ലക്ഷം ഏക്കർ ഭൂമിയുണ്ട്. ഒരുപാട് സ്വത്തുള്ളതാണ് ഇതിന് ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആസ്തിയിലൂടെ എല്ലാ മതജാതി വിഭാഗീയതകൾക്കും അതീതമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള വഖഫ് നിയമം എന്തിനു വരുന്നു എന്ന് ചോദിച്ചാൽ, വഖഫ് നിയമം എന്തിനു കൊണ്ടുവരുന്നു ചോദിച്ചാൽ അതിന്റെ പേര് 2024 വഖഫ് ഭേദഗതി ബില്ല് എന്നാണ്. കഴിഞ്ഞ കാലത്ത് ബ്രിട്ടീഷ് കാലഘട്ടത്തും സ്വാതന്ത്ര്യാനന്തര കാലത്തും ധാരാളം വഖഫ് നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ വഖഫ് നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്തിനാണെന്നറിയാം? വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടി, വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിയമം, ഈ ബില്ല് ഭേദഗതി, ഈ നിയമ ഭേദഗതി എന്തിനാണെന്ന് ചോദിച്ചാൽ വഖഫ് സ്വത്തുകൾ കയ്യേറുന്നതിന്, അന്യാധീനപ്പെടുത്തുന്നതിന് നിയമസാധുത സൃഷ്ടിച്ചു നൽകുന്നതിന് വേണ്ടിയാണ്. 42 വകുപ്പുകളുണ്ട്. കൃത്യമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. എന്റെ വിഷയം മാറിക്കൊന്നുകൊണ്ട് ഞാൻ അവിടെ അവസാനിക്കുന്നു. ഇനി മദ്രസ അടച്ചു കൂട്ടണം മുഴുവൻ. വഖഫ് മദ്രസ ബോർഡുകൾ പിരിച്ചുവിടണം. ബാലാവകാശ കമ്മീഷന്റെ തിട്ടൂരം വന്നു. കാരണം എന്താ? വളരെ വ്യക്തമാണ്. ഇന്ത്യ രാജ്യത്ത് കോടിക്കണക്കിന് റുപ്യ സാധാരണക്കാരുടെ നികുതി പണത്തിൽ നിന്ന് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് സഹിക്കാൻ പറ്റുമോ? ഒന്ന്, ഈ മദ്രസ എന്ന എടാകൂടം കൊണ്ടുവന്നിട്ട് മുസ്ലിം വിദ്യാർത്ഥികൾക്ക്
പിന്നെ ഭൗതിക വിദ്യാഭ്യാസം ലഭിക്കാതെ പോകുന്നു, തീവ്രവാദം പഠിപ്പിക്കുന്നു. പിന്നെ പറഞ്ഞുകൊണ്ട് വേറെ രസകരമായ ഒരു ആരോപണം കൂടെ ഉണ്ട് കേട്ടോ. പാകിസ്ഥാനിലെ ബുക്കാണ് ഇന്ത്യയിലും പഠിപ്പിക്കുന്നത്. പാകിസ്ഥാനിലെ ബുക്കാണ് പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ അത്ഭുതക്കുട്ടിയാ പറഞ്ഞത്. അത്ഭുതക്കുട്ടി നിങ്ങൾക്കറിയാമല്ലോ, അതിലൊരു ശരിയുണ്ട് കേട്ടോ. എന്താ കാരണം എന്നറിയോ? പാകിസ്ഥാനിൽ പഠിപ്പിക്കുന്ന ബുക്കും ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന ബുക്കും ഒന്ന് തന്നെ ഉണ്ട്. ഏതാണോ? ഖുറാൻ. ഖുറാൻ വേറെ ഉണ്ടോ പാകിസ്ഥാനില്? ഇന്ത്യയിൽ വേറെ ഖുറാൻ ഇറങ്ങിയിട്ടുണ്ടോ? ഇനി ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നില്ല. അത്ഭുതക്കുട്ടിക്ക് മഞ്ഞ അകത്ത് കടന്നിട്ട് കണ്ണ് മഞ്ഞളിച്ചു പോയിട്ട് അഞ്ഞളവും മഞ്ഞളവും അറിയാത്ത അവസ്ഥയിൽ എത്തിപ്പോയത് കൊണ്ട് പറയാ, നമുക്ക് ക്ഷമിക്കുക. എനിക്ക് കോടിക്കണക്കിന് ഉറുപ്പ്യ കൊടുക്കുന്നു എന്ന് പറയുന്നില്ലേ ഖജനാവിൽ നിന്ന്? അതിന് ചരിത്രമൊക്കെ പറയണം. ചരിത്രം പറഞ്ഞാല് സൂര്യനെ മാത്രം തരാം. 1857 വ്യാപകമായി മദ്രസ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ആരംഭിക്കുന്നത്. ശിപായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ തിക്താനുഭവങ്ങളൊക്കെ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. നാട് നീള മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. പക്ഷെ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചിട്ട് മതം മാത്രമല്ല പഠിപ്പിച്ചത്, മുഴുവൻ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും പഠിപ്പിക്കാൻ തുടങ്ങി വ്യാപകമായിട്ട്. അതിന് സാമ്പത്തികമായിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവര് മുസ്ലിങ്ങൾ മുണ്ട് മുറുക്കി എടുത്തുകൊണ്ട് തങ്ങളുടെ പിന്നെ ഓരോ ദിവസവും പിന്നെ വെക്കാനുള്ള അരിയിൽ നിന്ന് മാറ്റിവെച്ച അരി മദ്രസയ്ക്ക് കൊടുത്തുകൊണ്ട് മദ്രസ നടത്തി കൊണ്ടുപോകാൻ അവർ തയ്യാറായിരുന്നു. അങ്ങനെ വ്യാപകമായി മദ്രസകൾ ഉണ്ടായി. പക്ഷെ മറ്റു വിഭാഗങ്ങൾക്ക് പഠിക്കാൻ മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്നാണല്ലോ അർത്ഥം, നിങ്ങൾക്ക് അറിയാലോ. സ്കൂൾ ഉണ്ടായില്ല. മറ്റു ചില വിഭാഗങ്ങൾ മുസ്ലിം നേതാക്കന്മാരെ സമീപിച്ചു. നിങ്ങൾക്ക് സംവിധാനമൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഇതില്ല, അതുകൊണ്ട് ഞങ്ങളെ കുട്ടികളെ കൂടെ പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞു. മുസ്ലിങ്ങൾ പറഞ്ഞു, ഇവിടെ ഏതായാലും ഉണ്ടാക്കുകയാണല്ലോ, ഇവിടെ ഏതായാലും പാകം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കളും കഴിക്കട്ടെ, എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. അങ്ങനെ എല്ലാവർക്കും പിന്നെ ഒരു മുസ്ലിമിനും അല്ലാത്ത ആളുകൾക്കും ഒക്കെ തന്നെ മദ്രസയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ തുടങ്ങി. അപ്പൊ സർക്കാരിന് വലിയ ആശ്വാസമായി. സർക്കാർ തീരുമാനിച്ചു ഗ്രാന്റ് കൊടുക്കാം, മദ്രസകൾക്ക് ഗ്രാന്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ഗ്രാന്റ് കൊടുത്തതിന്റെ കഥ നിങ്ങൾക്ക് അറിയണോ? UP-യിൽ മാത്രം എത്രയാ? 25,000 മദ്രസകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. 25,000 ഗ്രാന്റ് കൊടുക്കുന്നത് എത്ര മനസ്സിലാക്കാൻ അറിയാവോ? 540 മദ്രസ ഗ്രാന്റ് കൊടുക്കുന്നത്. 540 മദ്രസ ഗ്രാന്റ് കൊടുക്കുന്നുണ്ടല്ലോ, ഗ്രാന്റ് അല്ലേ? എന്ന് 540. ബാക്കി മുഴുവൻ മുസ്ലിങ്ങളായ വിശ്വാസികളായ അവരുടെ മടിശീലയിൽ നിന്ന് അവർ വളരെ കയ്യയച്ച് സംഭാവനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലുണ്ട് കോടിക്കണക്കിന് ഉറുപ്പ്യ പിന്നെന്താ മദ്രസയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്നൊക്കെ പ്രചരണം വന്ന് പരിശോധിച്ചപ്പോൾ ഉണ്ട് കേട്ടോ. ശരിയാ, മദ്രസയ്ക്ക് കൊടുക്കുന്നു. മദ്രസയിൽ അധ്യാപകർക്ക് ക്ഷേമനിധി പെൻഷൻ കൊടുക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് കൊടുക്കുന്നു. എവിടുന്നാ ഈ കാശ് കിട്ടുന്നതിന് കൊടുക്കാനല്ലേ? അധ്യാപകരിൽ നിന്ന് മാസം തോറും ഡിവിഡന്റ് വാങ്ങുന്നു, മാനേജ്മെന്റിൽ നിന്ന് മാസം തോറും ഡിവിഡന്റ് വാങ്ങുന്നു. ഇത് ഒന്നിച്ചു കൂട്ടി ഒരു കൈകാര്യകർത്താവായിട്ട് സർക്കാർ പ്രവർത്തിക്കുക. ഇതിനാണ് കോടിക്കണക്കിന് ഉറുപ്പ്യ ഗവൺമെന്റിലൂടെ ചെലവഴിക്കുന്നത്. അത് ശരിയല്ല. അപ്പോ മദ്രസയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ഇത് ഇന്ത്യ രാജ്യത്തെ ഒരു കേവലം ഒരു പള്ളിയുടെ പ്രശ്നമല്ല. ഇത് ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട, നിങ്ങൾക്കറിയാമല്ലോ, നമ്മളോട് മറക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മറന്നുകൂടെ? എന്താ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മറക്കേണ്ടത്? വളരെ ബീഭത്സമായ തിക്തമായ കുറെ അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 2-3 നൂറ്റാണ്ട് കാലത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാനായിട്ട് ചരിത്രം പറയല്ല, ചില സൂചനകൾ മാത്രം നൽകാം. 1558 1558 ബാബർ ചക്രവർത്തിയുടെ അവധ് ഗവർണർ മിർബാക്കി താഷ്കണ്ടി സ്ഥാപിച്ചതാണ് ഈ ബാബരി മസ്ജിദ്. അങ്ങനെ അവര് 450-ൽ പരം വർഷങ്ങള് ആരാധിച്ചു വന്നു. 5 നേരവും ജമാഅത്ത് നടത്തി, പെരുന്നാൾ നമസ്കാരം നടത്തി, ജുമാ നമസ്കാരം നടത്തി, എല്ലാം നടത്തി വന്നു. 1558 1949 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഡിസംബർ 22-ാം തീയതി യശാ നമസ്കരിച്ച് എല്ലാവരും പോയാ. പിറ്റേ ദിവസം സുബൈ നമസ്കരിക്കാൻ വന്നപ്പോ പള്ളി ക്ഷേത്രമായി മാറിയിരിക്കുന്നു. എന്താ സംഭവിച്ചത്?
പള്ളിയുടെ മിഹ്റാബിൽ ശ്രീരാമ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാ പ്രത്യക്ഷപ്പെട്ടത്? സ്വയംഭൂവാണ്, ഇങ്ങനെ ഉയർന്നു വന്നതാ. പള്ളി ചുമരുകളിൽ സീതാദേവിയുടെ ചിത്രങ്ങൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു കോടതിയെ സമീപിച്ചപ്പോ കോടതി എന്താ ചെയ്തെന്നോ? അന്ന് ജില്ലാ മജിസ്ട്രേറ്റ് എന്താ KK നായര, നമ്മുടെ മലയാളിയാ. അദ്ദേഹം പറഞ്ഞ് സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ആ വിഗ്രഹത്തെ അനാഥമാക്കാൻ പറ്റില്ല, അതിന് പൂജ നടത്താൻ വേണ്ടി സർക്കാർ സംവിധാനം ഏർപ്പെടുത്തി. മനസ്സിലായോ? തുടങ്ങുന്നത് ഇപ്പോഴൊന്നല്ല. അദ്ദേഹം പിന്നെ RSSന്റെ MP ആയി കേട്ടോ, BJPയുടെ MP ആയി വന്ന് വെറുതെ ആയിപ്പോയിട്ടില്ല. ഒന്നും വെറുതെ ആവില്ല. എന്താ നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുന്നില്ലേ? IAS വാട്സപ്പ് ഗ്രൂപ്പ് കേട്ടിട്ടില്ലേ? ഇവരൊക്കെ സർവീസിൽ ചെയ്യും. IAS IPS എന്താ ചെയ്തുകൊണ്ടിരുന്നു എന്ന് അവര് വിരമിച്ചതിന് ശേഷം നമ്മൾ കണ്ടു. പക്ഷേ അവര് പിന്നെ ഉന്നതങ്ങളിലേക്ക് നിയമിക്കപ്പെടുന്നതും കണ്ടു. പക്ഷേ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുവാനുണ്ടാക്കിയ സംവിധാനമായിരുന്നു അത്, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ KK നായർ അതേ സമയത്ത് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇത് കേട്ടപ്പോ എന്താ നിർദ്ദേശിച്ചത് അറിയാവോ? ഈ വിഗ്രഹം എടുത്ത് സരയൂ നദിയിൽ ഒഴുക്കിക്കളയണം. ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തകർക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഇത് എന്നാ പറഞ്ഞ്. അന്ന് UPയിലെ മുഖ്യമന്ത്രി ഗോവിന്ദ പല്ലവ പാന്ത് അദ്ദേഹം അത് ചെയ്തില്ല, ചെവിക്കൊണ്ടില്ല. പിന്നെ 50 റിസീവർ നിയമിച്ചു. പിന്നെ ഭരണം തുടങ്ങി. ഇങ്ങനെ പോയിട്ട് ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പല്ലും കാച്ചു അവിടെ നിക്ഷേപിക്കപ്പെട്ട അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹത്തെ പൂജിക്കാൻ സർക്കാർ പൂജാരിയുണ്ട്. അതല്ല, ഞങ്ങൾക്കൊക്കെ അതിനുള്ള അവസരം വേണം. അങ്ങനെ വന്നു. അങ്ങനെ കുറെ കൂടെ കഴിഞ്ഞപ്പോ ഇത് പൂർണ്ണമായി തുറന്നു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തുറന്നു കൊടുത്തു എല്ലാവർക്കുമായി. അപ്പൊ മുസ്ലിങ്ങള് കാത്തിരുന്നു കേട്ടോ, ക്ഷമിച്ചു. എന്താ അവര് ഇതിൽ പ്രതീക്ഷ അർപ്പിച്ചു. 1949 പൂട്ടിയിട്ട് 92 വരെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ അവര് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കാത്തിരുന്നു. 92 എന്താ കണ്ടത്? 92 ഇത് തകർക്കാൻ വേണ്ടി ശിലാന്യാസം നടത്തിയതും രഥയാത്രകൾ നാടിനെ ഇളക്കി മറിച്ചുകൊണ്ട് വർഗീയ വിഭജനം നടത്തിക്കൊണ്ട് നടന്നൊക്കെ നമ്മൾ കണ്ടു കേട്ടു. അന്നൊക്കെ പറഞ്ഞത് ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുമെന്ന് കേരളത്തിൽ അസംബ്ലിയിൽ വെച്ചിട്ട് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എല്ലാരും പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളും നോക്കി നിൽക്കാതെ തന്നെ ആളുകള് ഈ സംഘപരിവാര് വന്നിട്ട് ഇതിനെ അടിച്ച് പൊളിച്ച് തകർത്ത് പൊടിവാക്കി. എന്നിട്ടും മുസ്ലിങ്ങള് ക്ഷമയോടുകൂടി കാത്തിരുന്നു. ഇത് ജനാധിപത്യ രാജ്യമാണ്. 92 തകർത്തിട്ട് 1919 അപ്പോഴാണ് കാണുന്നത് വിചിത്രമായ വിധി. ഒരിക്കലും വിട്ടുകൊടുക്കുകയല്ല. നോക്കണം, ബാബരി മസ്ജിദ് വിഗ്രഹം പ്രതിഷ്ഠിച്ചത് തെറ്റാണ്, അത് തകർത്തത് തെറ്റാണ് എന്നൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ട് അവസാനം ഇവർക്ക് തന്നെ വിട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതായിട്ട് നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതെന്തിനാണ് ഞാൻ ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്? നിങ്ങൾക്കറിയാം, നിങ്ങൾ കൊല്ലം തോറും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതേ പാറ്റേൺ, ഇതേ മാതൃകയിലാണ് മറ്റ് പള്ളികളുമായി ബന്ധപ്പെട്ട് മറ്റ് മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണണം, ബാബരിയിലെ 1905 ആദ്യമായിട്ട് അവിടെ ഈ വാദം ഉയർത്തിക്കൊണ്ടുവരുന്ന ആരെങ്കിലും ചോദിച്ചാല് ഇതിന് ബോധബലകമായ വാദം കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. HR നബീൽ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ബ്രിട്ടീഷ് ഗസറ്റിയറിൽ രേഖപ്പെടുത്തി ശ്രീരാമ ക്ഷേത്രം തകർത്തിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു തെളിവുണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയി. അപ്പോ ഞാൻ പറഞ്ഞല്ലോ 1986 ആയപ്പോ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുവരെ പൂട്ടിയിരിക്കുകയാണ്. സർക്കാർ പൂജാരി റിസീവർ വെച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 86 പൂട്ടി പൊളിക്കാൻ കോടതി നിർദ്ദേശം ഉണ്ടാകുന്നു. 1989 ശിലാന്യാസം നടത്തുന്നു.
1992 തകർക്കുകയും ചെയ്യുന്നു. ഈ ഒരു പാറ്റേൺ ആദ്യത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു ആരാധനാലയം, ആ ആരാധനാലയത്തില് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു ഹിന്ദുത്വ സംഘടന മുന്നോട്ട് വരിക. ആ സംഘടനയുടെ ഒരു വക്താവ് കോടതിയിൽ ഹർജി കൊടുക്കുക, ഇത് പരിശോധിക്കണം. കോടതി അത് സ്വീകരിക്കുക. കോടതി സ്വീകരിച്ചുകൊണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് നിർദ്ദേശം കൊടുക്കുക, ഗവേഷണം നടത്താൻ, സർവേ നടത്തി കഴിഞ്ഞാൽ എന്തായാലും കിട്ടും ഒരു ലിംഗം, ശിവലിംഗം അല്ലെങ്കിൽ എന്തോ ഒന്ന് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടിക്കും. പിന്നെ അവകാശവാദമായി കോടതിയിലെത്തി എന്ത് സംഭവിക്കുന്നു. ഈ കാര്യം തന്നെ ഗ്യാൻബാബി മസ്ജിദിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു. ഗ്യാൻബാബി മസ്ജിദിന്റെ കാര്യത്തില് അവകാശവാദം ഉന്നയിക്കുന്നു, പിന്നെ സർവേ നടത്തുന്നു, ശിവലിംഗം കണ്ടുകെട്ടുന്നു, പിന്നെ ഒരു ഭാഗം അടച്ചുപൂട്ടുന്നു. മധുര ഷാഹി മസ്ജിദിന്റെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചു. ഇത് സംഭവിക്കുന്നതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമില്ല. കാരണം 1992 തകർന്നപ്പോൾ സംഘപരിവാറിന്റെ ആളുകൾ വിളിച്ചു പറഞ്ഞിരുന്നു, കാശി മധുര ബാക്കി ഹേ, കാശി മധുര ബാക്കി ഹേ. നമുക്ക് മാത്രമേ ബാക്കിയില്ലാതുള്ളൂ. നമ്മളെ ആളുകൾ ആയിരക്കണക്കിന് പള്ളിയുണ്ട്, ഒരു പള്ളിയല്ലേ, അതങ്ങ് പോട്ടെ, എല്ലാത്തിനും വേണ്ടേ വിട്ടുവീഴ്ചയല്ലേ, നസീഹത്തല്ലേ ദീന് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾക്ക് ബാക്കിയില്ല. മറ്റേ ആളുകൾ പറഞ്ഞു ബാക്കി ഹേ. ആ ബാക്കികള് കൈക്കലാക്കുന്ന ശ്രമങ്ങള് ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ ഉണ്ടായ അതേ പാറ്റേണില് മധുര ഈദ്ഗാഹ് മസ്ജിദിന്റെ കാര്യത്തിലും ഗ്യാൻബാബി പള്ളിയുടെ കാര്യത്തിലും ഇപ്പൊ ഇതാ സമ്പൽ UP ജില്ലയിലെ സമ്പൽ മസ്ജിദിന്റെ കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താ സമ്പൽ മസ്ജിദിന്റെ കാര്യത്തിൽ നടത്തിയത്? ഈ നവംബർ മാസത്തിൽ കഴിഞ്ഞ മാസം 19 ഒരു ഹർജി അയച്ച് നേരത്തെ ഈ പറഞ്ഞതുപോലെ ബാബരി മസ്ജിദ് അവകാശവാദം ഉന്നയിച്ചതുപോലെ ഒരാൾ ചെന്നിട്ട് പറയാണ്, ഇത് ക്ഷേത്രം തകർപ്പുണ്ടാക്കിയ പള്ളിയാണ്, അതുകൊണ്ട് ഇത് തിരിച്ചു കിട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് കമ്മീഷന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സർവേ നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ മാസം 19-ാം തീയതി ഉച്ചക്ക് അരിഞ്ഞു കൊടുക്കുന്നു. ഒരു 2 മണിക്കൂറിനുള്ളിൽ സർവേ നടത്താൻ വിധി ഉണ്ടാകുന്നു. സർവേ നടത്താൻ വിധി ഉണ്ടായിട്ട് ഇവര് 2 ദിവസം കഴിഞ്ഞിട്ട് കലണ്ടറൊക്കെ നോക്കിയിട്ട് ഷെഡ്യൂൾ പരിശോധിച്ചിട്ടല്ല ചെയ്ത് അന്ന് രാത്രി തന്നെ, അന്ന് വൈകുന്നേരം തന്നെ ചെല്ലുന്നു സർവേ നടത്താൻ. പിന്നെ അന്ന് പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് പിന്നീട് ഒരു ദിവസം എല്ലാ സന്നാഹങ്ങളോടുകൂടി, അത് ടെസ്റ്റ് ഡോസ് ആയിരുന്നു ആദ്യത്തെ, എല്ലാ സന്നാഹങ്ങളോടുകൂടി മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് സംഘപരിവാറിന്റെ സാന്നിധ്യത്തിൽ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഇത് സർവേക്ക് വരുന്നു. അപ്പൊ അവിടെ പ്രദേശത്തൊക്കെയുള്ള കാലാകാലമായിട്ട് അവിടെ ആരാധന നടത്തി വരുന്ന മുസ്ലിങ്ങൾ രംഗത്ത് വന്നു പ്രതിഷേധിച്ചു. ഈ ബാബരി ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല, ഇത് ഞങ്ങൾ കാലാകാലമായി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളിയാണ്. മാത്രമല്ല ഈ പള്ളി കമ്മിറ്റിക്ക് ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ, ഒരു ഓർഡർ പുറപ്പെടുവിക്കുമ്പോൾ പള്ളി കമ്മിറ്റിക്ക് ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല, അവരെ അറിവ് പോലുമില്ല. അങ്ങനെയാണ്. അപ്പൊ എന്താ ചെയ്തത് പോലീസ്? UP പോലീസ് ലാത്തിചാർജ് നടത്തി, കണ്ണീർ വാതകം പ്രയോഗിച്ചു, വെടിയുതിർത്തു. 6 യുവാക്കൾ പടഞ്ഞു മരിച്ചു. ഇന്ത്യ രാജ്യത്തെ പ്രതിഷേധിക്കാനുള്ള ഒരവകാശവും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഫാഷിസം, ലോക ചിന്തകന്മാര്, പണ്ഡിതന്മാര്, ആക്ടിവിസ്റ്റുകള് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ലോകത്ത് ഫാഷിസം ഏറ്റവും ശക്തമായ രീതിയിൽ അതിന്റെ എല്ലാ ഗുണങ്ങളോടുകൂടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യ രാജ്യമാണ് എന്ന് പറയുന്നു. അതിവിടെ കാണിക്കുന്നു. എന്നിട്ട് ബാധികൻ പ്രതി 6 മരിച്ചു, വെടിവെച്ചു. വെടിയേറ്റത് പ്രതിഷേധക്കാരുടെ വെടിയേറ്റിട്ടാണ് മരിച്ചത്. പ്രതിഷേധക്കാരുടെ തോക്കുകളിൽ നിന്ന് പാകിസ്ഥാൻ ബുള്ളറ്റുകളാണ് തെറിച്ചു വീണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. പിന്നെ ഒരു യുക്തിയെങ്കിലും വേണ്ടേ? അതിൽ പ്രതിഷേധക്കാർ മാത്രമാണ് കൊല്ലപ്പെടുന്നത്. അതില് സർവേ നടത്താൻ വന്നവരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ ആർക്കും ഒരു പരിക്കും പറ്റുന്നില്ല. ഇതാണ് ഇത്. ഇങ്ങനെ ഇത് വിശ്വസിക്കണം, നമ്മൾ വിശ്വസിക്കണം, ലോകം വിശ്വസിക്കണം, മീഡിയകളൊക്കെ അത് പ്രചരിപ്പിക്കണം.
അങ്ങനെയാണോ എന്നറിയാൻ ചില MP-മാര് അവിടെ സ്ഥലം സന്ദർശിക്കാൻ ചെന്നു, നിഷേധിച്ചു. എന്തിനു നിഷേധിച്ചു? പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ആവശ്യം ഭരണഘടന കയ്യിലേന്തിക്കൊണ്ട് സന്ദർശിക്കാൻ ചെന്നു, അവർക്കും അവസരം നിഷേധിച്ചു. ഇതാണ് നമുക്ക് കാണാൻ കഴിയും. ഇതാ രാജ്യത്ത് നടന്നത്. ഇതാണ് ബാബരി മസ്ജിദിന്റെ ബാക്കി പത്രം. ബാബരി മസ്ജിദിലൂടെ ഉണ്ടായിട്ടുള്ളത് ഇതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കും. 1991 വളരെ പ്രസക്തമായ പ്രസിദ്ധമായ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു പാർലമെന്റിൽ. ഈ ബാബരി അതുപോലുള്ള കോലാഹലങ്ങളൊക്കെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ്. അതിന്റെ പേര് പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് 1991. 1991 ആരാധനാലയ സംരക്ഷണ നിയമം. എന്താ ഉദ്ദേശിക്കുന്നത്? അതിലെ ക്ലോസ് എന്താണെന്ന് പറഞ്ഞാൽ, വ്യവസ്ഥ എന്താണെന്നാൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏതൊക്കെ സ്ഥാപനങ്ങൾ, ഏതൊക്കെ ആരാധനാലയങ്ങൾ, ഏതൊക്കെ മത സ്ഥാപനങ്ങൾ ആരുടെ കയ്യിലാണോ അവരുടെ തന്നെയായിരിക്കും അത്. അതിൽ ആർക്കും തന്നെ അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല. സ്റ്റാറ്റസ് കോ നിലനിർത്തുക. അപ്പൊ അങ്ങനെ പ്രശ്നം പരിഹരിച്ചല്ലോ. ബാബരി മസ്ജിദ് അതിനൊഴിവ്, ബാബരി മസ്ജിദ് കഴിഞ്ഞു, അത് സംഭവിച്ചു ഇങ്ങനെ. പക്ഷെ അത് വിവാദത്തിലാണ്, അത് കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, നടക്കട്ടെ. പക്ഷെ ഇനി ഇങ്ങനെയൊന്നും വരരുത് എന്നാ ഈ നിയമം ഇവിടെ ഇപ്പോഴും ഉണ്ട് ഇന്ത്യ രാജ്യത്ത്. 1991 ആരാധനാലയ സംരക്ഷണം. പക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു വിചിത്രമായ ഒരു വസ്തുത. ഇന്ത്യ രാജ്യത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവകാശവാദങ്ങൾ ഉണ്ടാകുന്നു, കലാപങ്ങൾ ഉണ്ടാകുന്നു, പിടിച്ചെടുക്കലും തകർക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, ഭാഗികമായും അല്ലാതെയും. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നിയമം ഇവിടെ ഉള്ളപ്പോഴാണ് ഞാൻ പറഞ്ഞു. പക്ഷേ സൂക്ഷ്മമായ പരിശോധന നടത്തിയാൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട്. ഇതിനൊക്കെ തന്നെ വഴിമരുന്ന് കൊടുക്കുന്നത് നമ്മുടെ ജുഡീഷ്യറിയാണ്, നമ്മുടെ നിയമജ്ഞന്മാരാണ്, കോടതിയാണ്. അതാണ് നേരത്തെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ദുഷ്മന്ത് എന്ന് പറയുന്ന ഒരു ഇന്ത്യ രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ്, ലോക പ്രശസ്തനായ അഡ്വക്കേറ്റ്, ലക്ഷക്കണക്കിന് രൂപ ഒരു തവണ ഹാജരാകുന്നതിന് അവകാശപ്പെടാൻ യോഗ്യനായ ഒരു അഡ്വക്കേറ്റ്. അദ്ദേഹം ഇപ്പൊ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാൻ കഴിയും. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് റമീല താപ്പർ അല്ലെ ഇന്റർവ്യൂ നടത്തിയത്. അദ്ദേഹം പറയാണ്, ഐ ഗോട്ട് സ്ലീപ്ലെസ് നൈറ്റ്സ്. എനിക്ക് നിദ്രാവിഹീനങ്ങളായ രാത്രികളാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതെന്താ കാരണം? നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞ, പ്രസിഡന്റ് അധ്യക്ഷൻ ഇവിടെ പറഞ്ഞ അദ്ദേഹം ഈ പലതരം അവകാശവാദങ്ങളുമായി വരുമ്പോൾ ഇതാണ് പ്രശ്നം. 1997 ഗ്യാൻ ബാബി അവകാശവാദവുമായിട്ട് രംഗത്ത് വന്നപ്പോ 1991 ഈ നിയമം കാണിച്ചുകൊണ്ടാണ് അതിനെ പ്രതിരോധിച്ചത് കോടതി. ഇത് അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല, അത് സ്വീകരിക്കാൻ പറ്റില്ല. ഇതൊരു തടസ്സമായി നിന്നു. ഈ തടസ്സത്തെ നീക്കാൻ ഈ ചന്ദ്രചൂഡ് ഒരു പരാമർശം നടത്തി. ആ പരാമർശം ഒരു പ്രദേശത്തെ, ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് ഈ 1991 ആക്ട് ഒരു തടസ്സമാകേണ്ടതില്ല. പിന്നെ വരാൻ തുടങ്ങി, വലിയായിട്ട് വരാൻ തുടങ്ങി അവകാശവാദവുമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഏറ്റവും അവസാനം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് അറിയില്ല, 2021 ഈ നിയമം തന്നെ എടുത്തു കളയണം, പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് BJPയുടെ ഒരു നേതാവ് അശ്വനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഈ നിയമം ഇവിടെ ഉണ്ട്, ഇത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയാമല്ലോ. ഇത്രയും പ്രമാദമായ ഒരു സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടിയാണ് ഈ നിയമം ഉണ്ടാക്കിയത്. അതിന് പകരം എന്ത് ചെയ്തു? ജസ്റ്റിസ് ഇത് ഫയലിൽ സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അവരുടെ വിശദീകരണം കിട്ടാൻ വേണ്ടി ഫയലിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഈ നിയമം ഇനി ഇല്ലാതെ പോകാം.
ഈ നിയമം പാലിക്കേണ്ടതുപോലെ പാലിച്ചിരുന്നെങ്കിൽ, നിലനിർത്തിയിരുന്നെങ്കിൽ ഇന്ന് നാട്ടിലുണ്ടാകുന്ന ഒരു പ്രശ്നവും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടത് ഈ നിയമത്തെ ദുർബലപ്പെടുത്തുവാൻ, ഒപ്പം തന്നെ ഈ നിയമത്തെ ഇല്ലാതാക്കുവാൻ, ഇതിനെ ധിക്കരിക്കുവാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര ഭരണകൂടത്തിന്റെയും ഈ ഉന്നത കോടതിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പറഞ്ഞു വരുന്നത്, ഇത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, മതേതരത്വത്തിന്റെ പ്രശ്നമാണ്, ഫെഡറലിസത്തിന്റെ പ്രശ്നമാണ്, നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ജനങ്ങൾക്ക് ഇവിടുത്തെ വ്യവസ്ഥയിൽ, നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അരാജകത്വമായിരിക്കും ഫലം. എല്ലാ അവകാശവാദങ്ങൾക്ക് നേരെയും വരുന്ന പ്രതിഷേധങ്ങൾ ഉയർത്തുന്നവരെയൊക്കെ മുഴുവൻ തോക്കിലിരയാക്കിയിട്ട് ഇവിടെ ഫാസിസം നടപ്പിലാക്കി കളയാം എന്നാണെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോ ഇവർക്ക് തകർക്കേണ്ട ഈ രാജ്യത്തെ തന്നെയാണ്. നേരത്തെ നടന്നത് ഞാൻ പറഞ്ഞത് ഏറ്റവും ആദ്യത്തെ ഭീകരാക്രമണമല്ല ഇത് എന്ന് പറഞ്ഞു. കത്തിൽ നടന്നിട്ടുള്ളത് നേരത്തെ ഗാന്ധിജി കത്തൽ, അതാണ് നടന്നത്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവിനെ കൊന്നു. രണ്ടാമതാണ് ബാബരി കത്തിൽ നടന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ദേശ് കത്തിൽ, രാജ്യത്തെ നശിപ്പിക്കുകയാണ്, ദേശത്തെ നശിപ്പിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേശത്തെ നശിപ്പിക്കുക തന്നെയാണ് അവരുടെ ആവശ്യം. ഞാൻ പറഞ്ഞ മതേതരത്വവും ഫെഡറലിസവും ഒക്കെ തകർന്നു പോകും. അത് തകരുക തന്നെയാണ് അവരുടെ ആവശ്യം. അവരെ സംബന്ധിച്ചിടത്തോളം ഏകശിലാരൂപിയായ വ്യവസ്ഥിതി നടപ്പിലാക്കിയെടുക്കുന്നതിന് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന രണ്ട് എടാകൂടങ്ങളാണ്. ഒന്ന് ഫെഡറലിസവും മറ്റൊന്ന് മതേതരത്വവും. ഇതിനെ തകർക്കുക തന്നെ വേണം. അതുകൊണ്ട് they are trying to kill the nation. We will defend that എന്നാണ് നമുക്ക് പറയുന്നത്. അവര് ദേശത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, നമ്മളതിനെ ജീവൻ കൊടുത്ത് പ്രതിരോധിക്കും ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി. അത് വിശ്വാസികളുടെ വിശ്വാസപരമായ ബാധ്യതയാണ്. രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ജീവിത സായുജ്യമാണ്. ഇത് മനസ്സിലാക്കി മുന്നോട്ട് വരാനും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും തയ്യാറാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പം നീണ്ടുപോയി ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് SDP.